ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നേ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ. അച്ഛൻ്റെ കസിൻ്റെ മകളുടെ കല്യാണത്തിനാണ്. ഒരു മാസം മുമ്പേ ഞങ്ങൾക്ക് വന്ന കല്യാണമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ആ ടൈമിൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു, പോണോ വേണ്ടയോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഞങ്ങളങ്ങ് വിചാരിച്ച് പോകാം. ഞാനും അച്ഛനും ഇച്ചൂട്ടിയും കൂടെ ഓട്ടോയിലും കണ്ണേട്ടൻ ബൈക്കിലുമാണ് കേട്ടോ വരുന്നത്. ഓട്ടോയിലിരുന്ന് കാറ്റടിച്ചടിച്ച് ഇച്ചൂട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ എത്താനാകുമ്പോഴത്തേക്കും മിക്കവാറും ചാടി പഠിച്ച് എഴുന്നേക്കും. എനിക്ക് ഈ ഓട്ടോയിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബോറടിക്കും കേട്ടോ. പക്ഷെ അച്ഛൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ബോറടിക്കത്തില്ല. കാരണം അച്ഛൻ അവിടെ എത്തുന്നത് വരെ നല്ല സംസാരമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു നാടൻ സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ മനസ്സിൽ. ഏതായാലും ഈ കല്യാണം ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഓണത്തിന് കഴിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഏകദേശം എത്താനായപ്പോഴത്തേക്ക് ഈ ചൂട്ടി പെടച്ചെഴുന്നേറ്റുണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണം നടക്കുന്നത് വരോടുള്ള ചാത്തൻകണ്ടാർക്കാവിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പേര് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് മിക്കവാറും ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ എത്തുന്നതും കെട്ട് കഴിയുന്നതും ഒരുമിച്ചായിരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്ത് നല്ല നിരന്ന് കിടക്കുന്ന വയലാണ്. അവിടുന്ന് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തി ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണേട്ടന് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കണ്ണേട്ടൻ വരുന്നതിനും ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നല്ല നിറച്ച് ആൾക്കാരായിരുന്നു. ഓഡിറ്റോറിയം ആണെങ്കിൽ നല്ല ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആൾക്കാരെ തട്ടിട്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നെ കണ്ണേട്ടൻ വന്നപാടെ ഞങ്ങൾ വേഗം പോയി ചെക്കനെയും പെണ്ണിനെയും ഒക്കെ കണ്ട് നേരെ സദ്യക്ക് ഇരുന്നു കേട്ടോ. സദ്യക്ക് നേരെ അങ്ങ് ഇരിക്കാൻ പറ്റിയില്ല, കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഇരുന്നത്. ഒരു 1/2 മണിക്കൂറൊക്കെ ഞങ്ങൾ സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ സദ്യ അങ്ങ് മുമ്പിലെത്തിയപ്പോഴത്തേക്ക് ഇച്ചൂട്ടി അതിനകത്തുള്ള കായ ഉപ്പേരിയും പിന്നെ ശർക്കര വരട്ടിയൊക്കെ പെറുക്കി തിന്നു. സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും കൊതിച്ചിരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ പാടെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലട പായസം കിട്ടി. പാലട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ സംഭവം നല്ല തണുത്ത് പോയതുകൊണ്ട് കുടിക്കാൻ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ചെക്കൻ്റെ വീട്ടിലേക്ക് അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയില്ല, കാരണം തിരിച്ചു വന്നിട്ട് അച്ഛന് ചെറിയൊരു ഓട്ടം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ സദ്യയൊക്കെ കഴിഞ്ഞ് പാടെ വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ പകുതി വഴിയായപ്പോഴത്തേക്ക് ഈ ചുട്ടി നല്ലപോലെ കരയാൻ തുടങ്ങി. കാരണം അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ആ കണ്ണിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്. കുറേ നേരം കരഞ്ഞ് പുള്ളിക്കാരി മടുത്തപ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ കല്യാണത്തിൻ്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇനി ഒരു കല്യാണമൊന്നും ഇല്ല. ഇനി കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് വരുന്നത്. അടുത്ത ഞായറാഴ്ച ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട്. അതിന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്താവും അറിയത്തില്ല. ഏതായാലും ഇന്നത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.